ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഉഴുന്നില്ലാണ്ട് ദോശമാവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അതിന് 2 ഗ്ലാസ് പച്ചരിക്ക് 1 സ്പൂണ് ഉലുവ എന്നുള്ള ഒരു കണക്കാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചരിയുടെ നമ്മൾ മിക്സിക്ക് ഇടുന്നതിന് മുന്നേ നമുക്ക് 2 കുഞ്ഞിക്കൈയിൽ ചോറും കൂടി എടുക്കണം കേട്ടോ. 2 ഗ്ലാസ് പച്ചരിക്ക് 1 സ്പൂണ് ഉലുവ അത് വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്നിട്ടുണ്ടാക്കുന്ന ദോശൻ്റെ അതേ രീതിക്കും അതേ ടേസ്റ്റിനും വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിപ്പിൻ്റെയും കൂടിയാണ് കേട്ടോ നേരത്തെ ഇട്ട് ആ ഒരു കുഞ്ഞിക്കൈയിൽ ചോറ് ഇടേണ്ടത്. ചോറ് അത്യാവശ്യം ഇട്ട് കൊടുക്കുക, കാരണം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ഇളക്കി കൂട്ടിയിട്ട് നമ്മൾ ഇത് ഓവർനൈറ്റ് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വെക്കുന്ന ടൈമിൽ ചൂടുണ്ടാവും കേട്ടോ, ചെറിയൊരു ചൂട്. നമ്മൾ ആ ഒരു മിക്സിൻ്റെ ചൂടുണ്ടാവും, അത് ആറിയതിന് ശേഷം വെക്കുകയാണെങ്കിൽ നല്ലോണം റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളുടെ പിറ്റേ ദിവസം രാവിലെ നമ്മളിതാ എടുത്തിട്ടുണ്ട്. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതാണ്. ശരിക്കും സെയിം ദോശമാവ് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് നല്ല കട്ടിയുണ്ട്. നമ്മൾ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യില്ല, അതിന് എത്ര കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടി വെള്ളം കൂട്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്കൊരു ചട്ടിയോ പാനോ എന്താ വെച്ചാൽ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിത് ദോശ ഇങ്ങനെ ചുട്ടെടുക്കാം. നമ്മൾ റിയൽ ദോശ എങ്ങനെയാണ് അതേമാതിരി സെയിം ടേസ്റ്റ്, അതേമാതിരി ഉണ്ടാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഉഴുന്നില്ലാതെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഉഴുന്നില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേമാതിരി ചെയ്ത് വയ്ക്കിയാൽ മതി കേട്ടോ. റീസെൻ്റായിട്ട് കിട്ടിയൊരു റെസിപ്പിയാണ്, പക്ഷേ ഇത് ഇത്രയും അടിപൊളിയാവുന്ന ഒരിക്കലും കരുതിയിട്ടുണ്ടായില്ല. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ദോശ അത്രയും അടിപൊളിയായിട്ട് കിട്ടുമെന്ന് കരുതിയിട്ടുണ്ടായില്ല. കണ്ടോ, നമ്മൾ ശരിക്കും ഉഴുന്നുപയോഗിച്ചുണ്ടാക്കുന്ന ദോശ മാതിരി തന്നെ കഴിച്ചു നോക്കാനും അതേമാതിരി തന്നെയായിരുന്നു കേട്ടോ. സെയിം ടേസ്റ്റ്, ഒരു വ്യത്യാസം ഉണ്ടായില്ല. നമ്മൾ ദോശൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല, പക്ഷെ നമ്മൾ അപ്പം കഴിക്കില്ലേ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അപ്പം കഴിക്കുമ്പോൾ. അങ്ങനെയുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്രയും അടിപൊളിയായിട്ട് കിട്ടുന്ന ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ വല്ല ചമ്മന്തിയോ എന്താ വെച്ചാൽ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് നല്ലോണം മൊരിയിച്ചിട്ടും കഴിക്കാനും ഇത് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയുന്നൊരു കാര്യം, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാതെ കണ്ടവരാരും ലൈക്ക് ചെയ്യാണ്ട് പോകരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇനിയും കുറച്ച് വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.